ഹായ് വ്യൂവേഴ്സ്, ഇത് വെളുത്തുള്ളി ചതക്കുകയാണ്. അതായത് നമ്മുടെ നാട്ടിലെ ചേമ്പിൻ്റെ തണ്ട് തൊലിയുരിഞ്ഞ് വേവിച്ചു അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞു ചൊറിയാതിരിക്കാൻ വേണ്ടി. അതിൽ ഉള്ളിയും സവാള മുറിച്ച് കഴുകി അതിൽ ചേർത്തു. തൊലി കളഞ്ഞ ചേമ്പിൻ്റെ തണ്ടും സവാള അരിഞ്ഞതും കഴുകി വൃത്തിയാക്കിയ ശേഷം അടുപ്പത്ത് വെച്ച് ഉപ്പിട്ട് വേവിച്ചു. അതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്തു. അങ്ങനെ ചേമ്പിൻ്റെ തണ്ട് തോരനാണിത്. ചേമ്പിൻ തണ്ട് തോരനാണ്. ചില ചേമ്പിൻ്റെ തണ്ട് നല്ലവണ്ണം ചൊറിയും. ഇത് തിളപ്പിച്ച് ഊറ്റിയ ശേഷം ചൊറിയുന്നില്ല. വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് വഴറ്റും. ഇതൊക്കെയാണ് കർക്കിടകത്തിൽ കഴിക്കേണ്ടത്. ചേമ്പിൻ്റെ തണ്ടിൽ ഭയങ്കര ജലാംശവും അതുപോലെ ഫൈബറും, അതിൻ്റെ നാരുകൾ ഫൈബർ അടങ്ങിയതാണ്. വയറ്റിലുള്ള എല്ലാ മോശമായ ബാക്ടീരിയാസും ഫംഗസ് അതൊക്കെ ഇല്ലായ്മ ചെയ്യും. വിരശല്യം ഇതൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കാം. ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഉള്ളിയും ഫൈബർ അടങ്ങിയതാണ്. ഉള്ളിയും നാരും ജലാംശവും അടങ്ങിയതാണ്. അതുകൊണ്ട് കർക്കിടകത്തിൽ ഇതൊക്കെയാണ് കഴിക്കേണ്ടത്. ഇത് മത്തനും ചക്കക്കുരുവും കൂടിയുള്ള എല്ലാം സിമ്പിൾ ഐറ്റംസാണ്. ഇത്തിരി വെളിച്ചെണ്ണ ചേർക്കണം. പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ബൈ.